CPI കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. രാമപുരം കവലയിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് CPI കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു. CPI പിറവം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ബിമൽ ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലും മറ്റിതര രാജ്യങ്ങളിൽ നടത്തുന്ന കയ്യേറ്റവും യുദ്ധവും ലോകത്തെ ആകെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം മൂലം നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി രാജ്യങ്ങൾ പട്ടിണിയിലാവുകയും നൂറുകണക്കിന് കുട്ടികൾ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം അലയടിച്ചു വരേണ്ട സമയം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഈ സാമ്രാജ്യത്വത്തിനെതിരെ, സാമ്രാജ്യത്വ വാഴ്ചയ്ക്കെതിരെയുള്ള പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലികളും സമാധാന സംഗമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമാധാന സംഗമം കാണുന്ന ആളുകൾക്ക് തോന്നിയേക്കാം, ഈ കൂത്താട്ടുകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഇസ്രായേൽ അമേരിക്കൻ അധിനിവേശം ഇറാനിൽ നടക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ അമേരിക്ക അവിടെ കേൾക്കുമോ എന്നൊരു ചോദ്യം കണ്ടു നിൽക്കുന്നവർക്ക് ഒരു പരിഹാസ രൂപേണ നോക്കിയേക്കാം. പക്ഷേ ലോകത്തെമ്പാടും ഉണ്ടാകുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സമാധാന ലംഘനങ്ങൾക്കുമെതിരായി മനുഷ്യരുടെ കൂട്ടായ്മയും മനുഷ്യരുടെ പ്രതിരോധങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശാവഹമായിട്ടുള്ള കാര്യം. കേരളം അതിനെല്ലാ കാലത്തും ഒരു പാരമ്പര്യമുള്ള സംസ്ഥാനമാണ്. 1970-കളിൽ നെൽസൺ മണ്ടേലയെ ജയിലിലടച്ചപ്പോൾ കേരളമെമ്പാടും ഒരു പ്രതിഷേധമുണ്ടായി. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശത്തിലും അതോടൊപ്പം തന്നെ ഇറാഖിൻ അധിനിവേശത്തിലുമെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ തീർത്ത സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ്. ഇന്ന് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വം ഏതെല്ലാം അറ്റം വരെ പോകും എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനൊരു നീതിയുണ്ട്. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ ആശുപത്രികൾ, സ്കൂളുകൾ ഒന്നും ആക്രമിക്കപ്പെടാറില്ല. എന്നാൽ ഇറാനിൽ സ്കൂൾ കെട്ടിടത്തിന് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ അനാഥമാകുന്ന മനുഷ്യജന്മങ്ങൾ, അനാഥമാകുന്ന കുടുംബങ്ങൾ, അനാഥമാകുന്ന ജീവിതങ്ങൾ അത് ഈ രാജ്യത്ത്, ഈ ലോകത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മനുഷ്യസ്നേഹികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും എല്ലാം തീരുമാനം എന്നുള്ളത്. ഇന്ത്യ പ്രതികരിക്കണം. ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധമായ പാരമ്പര്യമാണ്. ഒരു ചേരിചേരാമ നയമുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പങ്കാളിയായി നിന്നുകൊണ്ട് മോഡി മിണ്ടുന്നില്ല. ഇപ്പോൾ ഇന്നലെ സംയുക്ത നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ഇറാന്റെ കപ്പലിനെയാണ് അമേരിക്കയുടെ വ്യോമ അന്തർവാഹിനി തകർത്ത് തരിപ്പണമാക്കിയത്. ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയെ ഇറാൻ പരിഹസിക്കുന്ന ഒരു പ്രസ്താവന വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിലപാടിനെതിരെ, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിനെതിരെ ഈ നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ലോക സമാധാനം നീണാൾ വാഴാൻ വേണ്ടിയുള്ള ഈ കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിയുടെ സമരത്തെ പിറവം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാധാന കൂട്ടായ്മ, ഈ ഇസ്രായേൽ അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ കൂട്ടായ്മയെ ഇവിടെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. CPI ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന സജീവൻ, ലോക്കൽ കമ്മിറ്റി അംഗം ബാബു വർഗീസ്, AYF മേഖലാ സെക്രട്ടറി PM ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ AS രാജൻ, അംബിക രാജേന്ദ്രൻ, കൗൺസിലർമാരായ ബിൻസി ബിജോ, സലീമ മനോജ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PG അനിൽകുമാർ, എബി KA, സന്ധ്യ സാജു, ദീപു ജോസ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ജോജോ മാത്യു, ഷൈജു, ജോമോൾ സോണി തുടങ്ങിയവർ പങ്കെടുത്തു.